ദാമ്പത്യത്തെപ്പറ്റി ധാരാളം കാര്യങ്ങൾ ചാണക്യനീതിയിൽ പരാമർശിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാർ ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം. ഭാര്യമാരോട് പോലും ഈ കാര്യങ്ങൾ പങ്കുവെക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന അത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ റീസൺ ഇതാണ്: നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഒരിക്കലും നിങ്ങൾ ഭാര്യയോട് പറയരുത്. ഒരു പുരുഷൻ അബദ്ധവശാൽ പോലും തന്റെ അപമാനത്തെക്കുറിച്ച് ഭാര്യയോട് പറയരുത്. കാരണം ഒരു ഭാര്യയ്ക്കും ഭർത്താവിന്റെ അപമാനം സഹിക്കാൻ കഴിയില്ല. അതിന് പ്രതികാരം ചെയ്യാതെ അവൾക്ക് സമാധാനം ലഭിക്കില്ല. ഇതുമൂലം പലപ്പോഴും നിങ്ങൾക്കിടയിൽ തർക്കങ്ങളും നടന്നേക്കാം. അതിനാൽ അപമാനങ്ങളെക്കുറിച്ചോ വഴക്കുകളെക്കുറിച്ചോ നിങ്ങളുടെ ഭാര്യയോട് പറയാതിരിക്കാൻ ശ്രമിക്കുക. ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ്: ദുഃഖവും സ്വകാര്യ രഹസ്യങ്ങളും. ചാണക്യൻ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ നമ്മൾ പരിഹാസത്തിന് പാത്രമാകും. ആരോടാണോ നാം നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നത്, ഭാവിയിൽ അവരുമായി പിണക്കമുണ്ടായാൽ അവർ നമ്മുടെ സങ്കടങ്ങളും രഹസ്യങ്ങളും മറ്റുള്ളവരോട് പരസ്യമാക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ റീസൺ ഇതാണ്: ചിന്തകളും പദ്ധതികളും. ഒരു വ്യക്തി തന്റെ ചിന്തകളും പദ്ധതികളും അബദ്ധവശാൽ പോലും ആരുമായും പങ്കിടാൻ പാടില്ല എന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ പദ്ധതികൾ മറച്ചുവെച്ച് സംരക്ഷിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. കാരണം നിങ്ങളുടെ പദ്ധതികൾ അറിഞ്ഞ് അത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചേക്കാം. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. ചാണക്യൻ പറയുന്ന നാലാമത്തെ റീസൺ ഇതാണ്: നിങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. ജീവിതത്തിലെ ഓരോ വ്യക്തിയും അവന്റെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യണമെന്ന് വേദഗ്രന്ഥങ്ങൾ പറയുന്നു. ദാനം ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് പുണ്യം ലഭിക്കും. ദാനത്തെക്കുറിച്ച് ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാർ എപ്പോഴും ദാനങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ദാനത്തെക്കുറിച്ച് ഭാര്യയോട് പോലും പറയരുത്. നിങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ റീസൺ ഇതാണ്: നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ച്. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം വേണമെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഭാര്യയോട് വെളിപ്പെടുത്താതിരിക്കുക. യഥാർത്ഥത്തിൽ ഭാര്യമാരാണ് കൂടുതൽ പണം സംരക്ഷിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഭർത്താവിന് കൂടുതൽ വരുമാനം ഉള്ളപ്പോൾ അവരുടെ ചിലവ് തടയാൻ അവർക്ക് കഴിഞ്ഞെന്നു വരില്ല. ഇത്തരം ഘട്ടത്തിൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുകയും പണത്തിന്റെ ക്ഷാമം നേരിടേണ്ടി വരികയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന ആറാമത്തെ റീസൺ ഇതാണ്: ഇത്തരക്കാരെ വിശ്വസിക്കരുത്. ഒരിക്കലും ശത്രുവിനെ വിശ്വസിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ സുഹൃത്തിനെ പോലും അന്ധമായി വിശ്വസിക്കരുതെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം എന്നെങ്കിലും നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ മറ്റുള്ളവർക്ക് മുന്നിൽ പരസ്യമാക്കിയേക്കാം. അതുമൂലം നിങ്ങൾക്ക് മാനഹാനി നേരിടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ വലിയ രഹസ്യങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ചാണക്യൻ പറയുന്ന ഏഴാമത്തെ റീസൺ ഇതാണ്: നിങ്ങളുടെ ദൗർബല്യം. ഒരു ഭർത്താവ് തന്റെ ബലഹീനതകൾ എപ്പോഴും ഭാര്യയിൽ നിന്ന് മറച്ചു വെക്കണമെന്ന് ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ബലഹീനത ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. കാരണം ഭർത്താവിന്റെ ദൗർബല്യം മുതലെടുത്ത് ഭാര്യ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റും. അതുമൂലം നിങ്ങൾക്ക് വീട്ടിലും സമൂഹത്തിലും അപമാനം നേരിടേണ്ടി വന്നേക്കാമെന്ന് അദ്ദേഹം പറയുന്നു.
ചാണക്യനീതിയിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷം നിറക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ആരോഗ്യവും ആയുസ്സും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.